ആരോപണ വിധേയനായ വ്യക്തിയുടെ കന്യാടിയിലെ തോട്ടത്തിലാണ് പരിശോധന നടക്കുന്നത്. സാക്ഷി ചൂണ്ടിക്കാട്ടിയ ഈ പ്രദേശത്തെ 14ാം പോയിന്റായി അടയാളപ്പെടുത്തി. SITയുടെ അപ്രതീക്ഷിത നീക്കമാണെന്ന് ധർമ്മസ്ഥലയിൽ കണ്ടത്. പുതിയൊരു പോയിന്റ് കേന്ദ്രീകരിച്ച്, അതായത് കന്യാടിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. എന്തായാലും നേരത്തെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലം 13 വരെയാണ്, അതായത് 1 മുതൽ 13 വരെയാണ് അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ പുതിയ 3 സ്പോട്ടിൽ നേരത്തെ പരിശോധന നടത്തുന്നു. അതിന് പുറമെ മറ്റൊരു പുതിയ സ്പോട്ട് 14 എന്ന് അടയാളപ്പെടുത്തിയ കന്യാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. JCB ഉപയോഗിച്ച് കുഴിച്ചാണ് പരിശോധന. എന്തായാലും സാക്ഷി ഒരു പുതിയ സ്ഥലം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ആ സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹമുണ്ടെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും SIT പരമാവധി ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന സാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഈ അപ്രതീക്ഷിത നീക്കമെന്നതും ശ്രദ്ധേയമാണ്. 13ാം പോയിന്റിൽ കഴിഞ്ഞ 2 ദിവസം GPR ഉപയോഗിച്ചുള്ള പരിശോധന നടന്നെങ്കിൽ ഇന്ന് 13ാം പോയിന്റിൽ പരിശോധന കൂടുതൽ ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 13ാം പോയിന്റിൽ ഇന്ന് പരിശോധന നടന്നിട്ടില്ല. എന്തായാലും ഇവിടെ വലിയ തോതിൽ ഒരു പ്രതീക്ഷ SITക്കുണ്ട്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളിക്കുമുണ്ട്. ക്ഷേത്രഭൂമിയിലെ ബാഹുബലി ഹിൽസിന് സമീപമാണ് മറ്റൊരു സർപ്രൈസ് സ്പോട്ടായി നേരത്തെ പരിശോധന നടത്തിയത്. അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായാണ് ഇന്ന് രാവിലെ ശുചീകരണ തൊഴിലാളിയുമൊത്ത് ഈ കന്യാടിയിലെ ഈ പരിശോധനയ്ക്കായി SIT സംഘം എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ആദ്യഘട്ടത്തിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങവെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഒരു മൃതദേഹം പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം 11 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പുതിയൊരിടം ഈ വനത്തിനകത്ത്, പൂർണ്ണമായും വനത്തിനകത്താണ്. ഇവിടെ നിന്നുമാണ് കൂടുതൽ മൃതദേഹാവശങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ തെളിവുകൾ അത് കണ്ടെത്താനാണ് SITയുടെ ശ്രമം. പരമാവധി തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SITയുടെ നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുമ്പാണ് ഈ SIT സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി ഇവിടെ എത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഒരു 5:30 വരെ ഈ പരിശോധന തുടരും. ഇവിടെ നിന്നും എന്തെങ്കിലും ഇത്തരത്തിൽ മൃതദേഹാവശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ SITയെ സംബന്ധിച്ചിടത്തോളം അത് ഈ അന്വേഷണത്തിൽ, തുടരന്വേഷണത്തിൽ വലിയ തോതിൽ ഈ സാക്ഷിയുടെ മൊഴി കൂടുതൽ ബലപ്പെടുത്തുന്നതായി മാറും. എന്തായാലും അതിനുള്ള ഒരു നീക്കം തന്നെയാണ് SIT നടക്കുന്നത്. ഒരു ഭാഗത്ത് ഈ അന്വേഷണത്തിനെതിരെ വലിയ തോതിൽ എതിർപ്പുമായ ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം മറികടന്നാണ് SITയുടെ ഈ പരിശോധന എന്നതും വളരെ ശ്രദ്ധേയമാണ്. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായി ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പോലീസ് കൊല്ലം അഞ്ചലിൽ വെച്ച് പിടികൂടിയത് വാഹനം പിന്തുടർന്ന് അതിസാഹസികമായി. കേസിൽ 6 പേരെയാണ് പോലീസ് പിടികൂടിയത്. ചാവക്കാട് സ്വദേശികളായ ഹംഷീർ, മുസ്തഫ, ഷംസീർ, കൊല്ലം സ്വദേശിയായ മുഹമ്മദ് നൈഫ്, ഷഹീർ, പൊന്നാനി വെളിയങ്കോട് സ്വദേശി അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. ഹംഷീറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികളുമായി പോലീസ് മലപ്പുറത്തേക്ക് തിരിച്ചു. അതിസാഹസികമായിട്ടാണ് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പോലീസ് കൊല്ലം അഞ്ചലിൽ നിന്നും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് SP ഇപ്രകാരമാണ് വിശദീകരിച്ചത്. ഇതിൽ ഒന്ന്, ഈ പറയുന്ന ഡിസ്ഗ്രണ്ടിൽഡ് എംപ്ലോയി, അതായത് ഇദ്ദേഹത്തിന്റെ സ്റ്റാഫ് പേഴ്സണൽ ഇഷ്യൂസ് ഇദ്ദേഹമായിട്ടുണ്ട്. പിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് വിക്ടിമിന്റെ വൈഫിന്റെ നിന്ന് നമുക്ക് കിട്ടിയത്. ആയതിൽ നിന്ന് മനസ്സിലാവുന്നത് അയാളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യത്തിൽ നിന്നിട്ടുള്ളൊരു ഭീഷണിയും മറ്റൊക്കെ ഇതിനു മുന്നേ ഉയർത്തിയതായിട്ടുള്ളൊരു ആസ്പെക്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 50-ലധികം വ്യവസായ സംരംഭങ്ങൾ അവിടെയുള്ള വിവിധ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം.